നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രവാസികൾക്ക് സന്തോഷം പകർന്ന് ഇന്ത്യ UAE സംഗമം ഉടനെ വരുന്നു. ഇന്ത്യ ഉൾപ്പെട്ട ചതുർ രാഷ്ട്ര മീറ്റിന്റെ ആദ്യ വെർച്വൽ ഉച്ചകോടിയായ I2U2 വ്യാഴാഴ്ച ചേരുമെന്നാണ് റിപ്പോർട്ട്. ഇന്ത്യ, ഇസ്രായേൽ, US, UAE എന്നീ രാഷ്ട്രങ്ങളുടെ പുതിയ കൂട്ടായ്മയാണ് I2U2. I2 എന്നത് ഇന്ത്യയെയും ഇസ്രായേലിനെയും, U2 എന്നത് US-നെയും UAE-യെയും സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, US പ്രസിഡന്റ് ജോ ബൈഡൻ, ഇസ്രായേൽ പ്രധാനമന്ത്രി യാർ ലാപിഡ്, UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ എന്നിവരാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുക. ജലം, ഊർജം, ഗതാഗതം, ബഹിരാകാശം, ആരോഗ്യം, ഭക്ഷ്യസുരക്ഷ എന്നീ 6 മേഖലകളിൽ സംയുക്ത നിക്ഷേപം പ്രോത്സാഹിപ്പിക്കാനാണ് I2U2 ലക്ഷ്യമിടുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ വ്യവസായങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനം, കുറഞ്ഞ കാർബൺ ബഹിർഗമനം ലക്ഷ്യമിട്ടുള്ള നവീകരണം, പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്താൻ നവീനവും ഹരിതവുമായ സാങ്കേതിക വിദ്യകളുടെ വികസനം തുടങ്ങിയവയെ പ്രോത്സാഹിപ്പിക്കാൻ സ്വകാര്യ മേഖലയിലെ മൂലധനവും വൈദഗ്ധ്യവും സമാഹരിക്കാൻ ഉച്ചകോടി ലക്ഷ്യമിടുന്നു. യുക്രൈൻ സംഘർഷത്തിൽ മൂലമുണ്ടായിട്ടുള്ള ആഗോള ഭക്ഷ്യ ഊർജ്ജ പ്രതിസന്ധി ഉച്ചകോടിയിലെ ചർച്ചകളിൽ പ്രധാനമായി വരാൻ സാധ്യതയുണ്ട്. I2U2 അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങൾ തമ്മിൽ സാധ്യമായ സംയുക്ത പദ്ധതികളെക്കുറിച്ചും ചർച്ചകളുണ്ടാകും. വ്യാപാരത്തിലും നിക്ഷേപത്തിലും സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിന് പരസ്പര താൽപര്യമുള്ള മറ്റ് പൊതുമേഖലകളെക്കുറിച്ചും നേതാക്കൾ ചർച്ച ചെയ്യുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അന്താരാഷ്ട്ര ഗ്രൂപ്പുകളിൽ ഇന്ത്യയുടെ പങ്കാളിത്തം ക്രമേണ വർദ്ധിച്ചു വരികയാണ്. ഇതേക്കുറിച്ച് ചോദ്യമുയർന്നപ്പോൾ അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്കബ് സള്ളിയൻ ഉത്തരം നൽകിയത് ഇങ്ങനെയായിരുന്നു: ഇന്തോ പസഫിക്കിൽ ഇന്ത്യക്ക് നിർണായക പങ്കാണുള്ളത്. ഇന്തോ പസഫിക്കിലെ ഏറ്റവും വലിയ രാഷ്ട്രമാണ് ഇന്ത്യ. അതിനാൽ ക്വാഡ് ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഇന്ത്യ ഒരു പ്രധാന പങ്ക് വഹിക്കേണ്ടതായുണ്ട്. ഇന്ത്യക്ക് മിഡിൽ ഈസ്റ്റുമായി വളരെ ദീർഘകാല ബന്ധങ്ങളും ഇടപെടലുകളുമുണ്ട്. ഗൾഫ് രാജ്യങ്ങളുമായി മാത്രമല്ല, ഇസ്രായേലുമായും വർഷങ്ങളായുള്ള ബന്ധമാണുള്ളത്. അതിനാൽ ഈ മേഖലയിൽ ഇസ്രായേലിന്റെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിൽ അമേരിക്കയ്ക്ക് നിർണായകവും കേന്ദ്രവുമായ പങ്കുവഹിക്കാൻ കഴിയുന്നതുപോലെ ഇന്ത്യക്കും അതിൽ പങ്കുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. അതിനാൽ ഇസ്രായേൽ, ഇന്ത്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവയെ ഒരുമിച്ച് കൊണ്ടുവരുന്നത് പ്രത്യേകിച്ച് കാർഷിക സാങ്കേതിക വിദ്യാരംഗത്ത് 4 രാജ്യങ്ങൾക്കും അപാരമായ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ കഴിയും. കൂടുതൽ ഭക്ഷ്യോൽപാദനത്തിലേക്ക് ഇത് നയിക്കുന്നു. ലോകത്തിന്റെ ഭക്ഷ്യസുരക്ഷാ വെല്ലുവിളിയെ ലഘൂകരിക്കുന്നതാണ് ഈ കൂട്ടായ്മ എന്നും സള്ളിവൻ വ്യക്തമാക്കി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.